ഹലോ, നമുക്ക് ഡീടാൻ എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വലിയ പൈസ ഒന്നും കൊടുക്കേണ്ട. ഇത് ഒറ്റ പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുക, അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടിയോ എടുക്കുക. ഒരിക്കലും കറികളിൽ യൂസ് ചെയ്യുന്ന സാധാ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യരുത്, അത് പ്രിസർവേറ്റീവ്സ് എല്ലാം ഉണ്ടാകും കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസിങ് നമുക്ക് മുഖത്തേക്ക് ചെയ്യാം. അപ്പോൾ മുഖം ഒന്ന് കഴുകി തുടച്ചെടുത്തതിന് ശേഷം ഇത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യാന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് ഉറപ്പായിട്ട് നിങ്ങളൊരു മസാജ് കൊടുക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞ പോലത്തെ റിസൾട്ട് കിട്ടൂ. 2 മിനിറ്റ് ഉറപ്പായിട്ടൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക. ക്ലെൻസ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ഒരു നനഞ്ഞ തുണിയോ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചാളിയാം. ആ സമയത്ത് തന്നെ നമ്മളെ മുഖത്തുള്ള അഴുക്കെല്ലാം പോയിട്ട് മുഖം ഒരു ചെറിയൊരു ഗ്ലോ വന്ന് തുടങ്ങും കേട്ടോ. പാലും മഞ്ഞളുമാണ് നമ്മൾ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാനൊന്ന് ക്ലെൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തുടച്ച് കളയാം. അപ്പോൾ തന്നെ കുറച്ച് അഴുക്കെല്ലാം നമ്മളെ മുഖത്തുനിന്ന് പോകും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, നമ്മൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഫി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ കോഫി പൗഡറിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക. അരിപ്പൊടി ഓപ്ഷണലാണ്, അരിപ്പൊടി ഇട്ടിക്കില്ലെങ്കിലും സാരമില്ല. വെറും കോഫി പൗഡറും അതിലേക്ക് 1 ടീസ്പൂണോളം തേനും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങളുടെ അടുത്ത് തേനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെല്ല് യൂസ് ചെയ്യുക കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊരു സ്ക്രബിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ക്രബ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ മുഖം ഒന്ന് ആവി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് എല്ലാം റിമൂവ് ആവാൻ വേണ്ടിയിട്ടും സഹായിക്കും. ആവി പിടിക്കുക മീൻസ് നമ്മൾ പിന്നെ വെള്ളം ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ സ്റ്റീം ഇങ്ങനെ മുഖത്തേക്ക് കൊള്ളാം. മുഖം പൊള്ളിപ്പോകാണ്ട് നോക്കണം കേട്ടോ. അപ്പോൾ ചൂടുള്ള വെള്ളമൊന്നും എടുത്തിട്ട് മുഖത്തേക്ക് ഇതാക്കാൻ പാടില്ല. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്ന സ്റ്റീമിങ്. അല്ലെങ്കിൽ ഒരു കുറച്ച് ചൂടുള്ള തുണി മുഖത്തേക്കൊന്ന് ആവി പിടിച്ചാലും മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ സ്ക്രബ് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല നീറ്റാവും, ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം മാറിയിട്ട്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ 2 മിനിറ്റ് തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം, സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് തുടച്ച് കളയുക നേരത്തെ പോലെ തന്നെ. ഇനി നമുക്ക് ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടത് നമുക്ക് പഴമാണ് കേട്ടോ. വീട്ടിൽ ഈ തൊലി കറുത്ത് പോയ പഴമെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കളയണ്ട, അത് ഇതേപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കുക. നല്ല പഴുത്ത പഴമാണെങ്കിൽ സ്പൂണ് കൊണ്ട് തന്നെ ഒന്ന് മാഷായി കിട്ടും. ഇല്ലാന്നാണെങ്കിൽ നമ്മൾ കൈ കൊണ്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക. നല്ലോണം ഉടച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണോളം അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, ഗോതമ്പ് പൊടി ആയാലും മതി. അരിപ്പൊടിനേക്കാളും നല്ലത് ഗോതമ്പ് പൊടിയാണ്. അതിലേക്ക് 1 ടീസ്പൂണോളം പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് പാക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആക്കിയെടുക്കുക. അതിനുശേഷം നമ്മളിത് ഫേസിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് വേണം നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ 3 സ്റ്റെപ്സാണ് ചെയ്തത്. 3 സ്റ്റെപ്പും 2 മിനിറ്റ് മസാജ് ചെയ്യുക പറയുന്നത് നിർബന്ധമുള്ള കാര്യമാണ്. നിങ്ങൾ ബ്യൂട്ടി പാർലറിലെല്ലാം പോയിട്ട് ഫേഷ്യൽ ചെയ്യുന്ന ആൾക്കാരാണെന്ന് നിങ്ങൾക്കറിയാം എത്രമാത്രം അവരെത്ര നേരത്തോളം നമ്മുടെ ഫേസ് മസാജ് ചെയ്യുന്നുണ്ടെന്ന്. മസാജിങ്ങിലൂടെയാണ് നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നത്. നമ്മളെ മസാജിങ് വെറുതെ നമ്മളൊരു അലോവേര ജെല്ലോ ഉപയോഗിച്ചിട്ട് മുഖം ജസ്റ്റ് ഒന്ന് വെറുതെ മസാജ് ചെയ്യുന്നത് പോലും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും നമ്മളെ ചെറുപ്പം നിലനിർത്താനും നമ്മളെ തൂങ്ങിപ്പോയ സ്കിന്നുണ്ടെങ്കിൽ അത് ടൈറ്റൻ ചെയ്യാനെല്ലാം സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ മസാജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഫേസ് പാക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഫേസിലും കഴുത്തിലും നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ ഒരു ഫേസ് പാക്കെല്ലാം ട്രൈ ചെയ്യുന്ന സമയത്ത് ദിവസവും ഈവനിങ് ടൈമിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആഴ്ചയിൽ 2 പ്രാവശ്യം ഈ ഒരു ഫേഷ്യൽ ചെയ്യാനാണെങ്കിൽ ഒരു അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. ഡീടാൻ ഫേഷ്യലിനെ കുറിച്ചിട്ട് കേട്ടിട്ടുള്ളവർക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഫേസിൽ വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആകുന്നത് വരെ അല്ലെങ്കിൽ 30 മിനിറ്റ് നിങ്ങളിത് ഫേസിലേക്ക് വെക്കുക. അതിനുശേഷം കഴുകിക്കളയുക. നല്ല അടിപൊളി കിടിലൻ റിസൾട്ട് കിട്ടുന്ന ഒരു ഡീടാൻ ഫേഷ്യലാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ടാൻ മാറാനല്ല അടിപൊളിയാണ്. ഈ വെയിലേറ്റിട്ട് വന്ന കരുവാളിപ്പെല്ലാം മാറി, കറുത്ത പാടും കരുവാളിപ്പെല്ലാം മാറി മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ഫേഷ്യലാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ചെയ്ത കൈക്ക് നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ട്രൈ ചെയ്തതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. ഇനി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഇത് നിങ്ങളുടെ അടുത്ത് സാധനങ്ങൾ അവൈലബിൾ അല്ലെങ്കിലും എല്ലാം ചോദിക്കുക. നിങ്ങൾക്ക് എഫോർഡബിൾ ആയ പ്രൈസിൽ സാധനം വാങ്ങേണ്ടത് ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.